ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആലു പൊറോട്ടയാണ്. ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 240 ml കപ്പിന് 2 കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ വെള്ളത്തിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചൂടുവെള്ളമൊന്നുമില്ല കേട്ടോ, സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് നമ്മളതുപോലെ പാലൊന്നും ഉപയോഗിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ പാകത്തിന് തന്നെ നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ ഒരു 5-10 മിനിറ്റെങ്കിലും കുഴക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കി എടുക്കരുത്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു അരമണിക്കൂറെങ്കിലും എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ച് അരമണിക്കൂർ വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ജസ്റ്റ് നല്ലൊരു നനഞ്ഞ തുണി എടുത്തിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ആ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിനകത്തോട്ടുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറുതായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടല്ല വേവിച്ചിട്ടുള്ളത്. ലാസ്റ്റ് മസാല ആഡ് ചെയ്യുന്ന മസാലയൊക്കെ ചേർക്കുമ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നല്ല രീതിയിൽ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിൻ്റെ കഷ്ണങ്ങളൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ കൈ വെച്ചിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കൂടെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയുടെ അളവ് നമ്മൾ കുറച്ച് കൂടുതലാണ് ഉപയോഗിക്കുന്നത്. 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ശരിക്കും കിട്ടും. ചാട്ട് മസാല കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല പൗഡർ വെച്ചിട്ടും ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ഡ്രൈ മാംഗോ പൗഡർ ഇതിൻ്റെ ഒരു പ്രധാന ചേരുവയാണ്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക്, ഇതൊക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒത്തിരി കനത്തിൽ അരിഞ്ഞെടുക്കരുത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മല്ലി ഇലയാണ് ചേർക്കുന്നത്. അപ്പോൾ കറിവേപ്പില വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ശരിക്കും കിട്ടണമെന്നാണെങ്കിൽ മല്ലിയില ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുള്ളത് ഒത്തിരി പേര് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്നായി കുഴച്ച് ഒട്ടും പീസസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചപ്പാത്തിയുടെ മാവില്ലേ, അത് നമ്മൾ എത്ര സൈസിലാണോ റോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ സൈസിൽ വേണം ഇതിൻ്റെ ഫില്ലിങ്സും റോൾ ചെയ്യാൻ. അതായത് രണ്ടും ബേസ് ആണെങ്കിലും ഫില്ലിങ്സ് ആണെങ്കിലും ഒരേ അളവിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. ഒന്നിൻ്റെ അളവ് ഒരിക്കലും കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ ആ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 7 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് 7 ആലു പൊറോട്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് ഇപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. എന്നിട്ട് നമുക്കിതും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫില്ലിങ്സ് എത്ര സൈസിലാണോ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് അതേ സൈസിൽ തന്നെ നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ മാവും നന്നായിട്ട് കുഴച്ചെടുത്ത അതേ സൈസിൽ തന്നെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് മുഴുവൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സും അതുപോലെ നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു ബേസും നല്ല രീതിയിലൊന്ന് റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തി എടുക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ബേസ്, ചപ്പാത്തിയുടെ ബേസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും കോട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് റോൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പലകയിലോട്ടേക്ക് കുറച്ച് ഫ്ലോർ ഗോതമ്പ് പൊടി വെതറി കൊടുത്തിട്ട്
ജസ്റ്റ് പൂരിയുടെ ഒരു സൈസിൽ മാത്രം വേണം നമ്മൾ ആദ്യം പരത്തിയെടുക്കാൻ വേണ്ടി. അതായത് ഒത്തിരി കനം കുറഞ്ഞ് പരത്തിയെടുക്കരുത്, ജസ്റ്റ് പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് ആദ്യത്തെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി റോൾ ചെയ്താൽ മതി. ഇനി എക്സ്ട്രാ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പീസ് വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈക്വലായിട്ട് രണ്ടും ഒരേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ റോളാണെങ്കിലും ഫില്ലിങ്സ് ആണെങ്കിലും കറക്റ്റ് അളവിലുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമ്മൾ സാധാരണ പരത്തിയെടുക്കുമ്പോൾ ചെയ്യാറില്ല അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെതറി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഇനി പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കാണെങ്കിൽ നല്ല കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കും അല്ലേ. അപ്പോൾ ഈ ആലു പൊറോട്ടയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ലിങ്സ് ഒക്കെ പുറത്തോട്ടേക്ക് വരും. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടും തന്നെ പൊങ്ങിയിട്ടൊന്നും വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം കനത്തിൽ വേണം നമ്മൾ ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഓരോന്നും റോൾ ചെയ്ത പാടെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ബട്ടറോ നെയ്യോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേക്കും എനിക്ക് ബട്ടറിൽ ചെയ്തപ്പോഴാണ് ഒന്നുകൂടി നല്ല ഫ്ലേവർ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. ആദ്യത്തെ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബബിൾസ് പോലെ പൊങ്ങി വരും. നമ്മൾ ചപ്പാത്തിക്ക് പൊങ്ങി വരില്ല, അതുപോലെ തന്നെ പൊങ്ങി വരും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മൾ കറക്റ്റ് രണ്ടും കൊടുത്ത് ഫില്ലിങ്സ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നന്നായി പൊങ്ങി ലെയേഴ്സായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് പൊങ്ങി നല്ലതുപോലെ റെഡിയായി വന്നതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിച്ചിട്ടുള്ള ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബട്ടർ മുകൾ ഭാഗത്ത് നമ്മളൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്യുമ്പോഴാണെങ്കിൽ, പിന്നെ അതുപോലെ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചൂടോടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റി. അപ്പോൾ ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ടെക്സ്ചർ ശരിക്കും ഇത് മുറിക്കുന്ന സമയത്ത് നല്ല ലെയർ ആയിട്ടുണ്ടാവും. ഉള്ളിൽ ആ ഫില്ലിങ്സ് ഒക്കെ വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇതിൻ്റെ കൂടെ ശരിക്കും കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ സാധാരണ നോർത്ത് ഇന്ത്യൻ അവർ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചന മസാലയും അതല്ലെങ്കിൽ പനീർ മസാലയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അതൊന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ജസ്റ്റ് പനീർ മസാലയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.